ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, മരണമടുത്തപ്പോൾ രാജാവായ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച് നിർദ്ദേശിച്ചു, മർത്യൻ്റെ പാതയിൽ ഞാനും പോകുന്നു, ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക. മരണം അടുത്ത് വന്നപ്പോൾ പരിഭ്രമിച്ച് പിന്നെ എന്തോ വിളിച്ചു പറഞ്ഞ് വിരമിക്കുന്ന ഒരു മനുഷ്യനല്ല. ജീവിതത്തിൻ്റെ അന്ത്യവിനാഴിയിലും സ്ഥായിയായ ഒരു ആത്മബോധം. മരണമടുത്തു, മനുഷ്യൻ്റെ പാതയിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു, പക്ഷെ നീ ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക. നമ്മളെ ഏറ്റവും ഇളക്കി മറിക്കുന്ന, നമ്മളെ തവിടുപൊടിയാക്കുന്ന സങ്കടങ്ങളുടെയും മരണം പോലെയുള്ള ഭാരങ്ങളുടെ നടുവിലും മനുഷ്യനെ പോലെ നിസ്സാരത അനുഭവിക്കാനും മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനും കഴിഞ്ഞാൽ നീ സാധാരണ മനുഷ്യനല്ല. നീ അനുഭവിക്കുന്ന സങ്കടങ്ങളുടെ നടുവിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ മനുഷ്യത്വത്തിൻ്റെ നിസ്സാരത ഏറ്റുപറയുക, അതേസമയം അനേകരെ ശക്തിപ്പെടുത്തുക, ഇതൊരു സാധാരണ മനുഷ്യന് കഴിയുന്ന കാര്യമല്ല. എല്ലാം തവിടുപൊടിയാകുമ്പം ഞാനും പോകുന്ന, എൻ്റെ കൂടും കുടുക്കയും അടച്ച് എല്ലാം പോകുന്നു എന്ന് കരുതുന്നതിന് പകരം ധീരതയോടെ മറ്റുള്ളവരുടെ ചങ്കിലേക്ക് തീക്കനലും ധീരതയും ഇട്ടിട്ട് പോവുക, കത്തുന്ന സ്ഫുലിംഗം ഇട്ടിട്ട് പോവുക, ജ്വാല ഇട്ടിട്ട് പോവുക, ഒപ്പം നമ്മുടെ നിസ്സാരത അംഗീകരിക്കുക. ഇത് രണ്ടും കഴിയണമെങ്കിൽ അപാര മാനുഷികതയും ദൈവികതയും വേണം. അപ്രകാരമുള്ളൊരു മാനസിക ബലവും ശക്തിയും കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങണം. ഇത് നമ്മളെപ്പോഴും വിജയിപ്പിച്ചുകൊണ്ടിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ.